നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പോലീസ് പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ എന്തിനാണ് ഇറങ്ങിയോടിയത്? ഹോട്ടലിൽ മുറിയെടുത്തത് എന്തിന്? ഒളിവിൽ പോയതിന്റെ കാരണമെന്ത്? തുടങ്ങിയ കാര്യങ്ങളിൽ ഉത്തരം കണ്ടെത്തണം. ഇതിനായി ഷൈൻ ടോം ചാക്കോയെ കഴിഞ്ഞ 4 മണിക്കൂറായി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. തന്നെ ആരോ ആക്രമിക്കാൻ വന്നതാണെന്ന് ഭയന്നാണ് ഓടിയതെന്നാണ് ഷൈൻ മൊഴി നൽകിയത്. പോലീസാണ് വന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നും തമിഴ്നാട്ടിലേക്കാണ് പോയതെന്നും ഷൈൻ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം നവമിയിലേക്കാണ്. നവമി, ഈ ഷൈനിന്റെ ഫോൺ പോലീസും ഡാൻസ് ഓഫ് സംഘവും പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുണ്ടായ കാര്യങ്ങളും ഷൈൻ ടോം ചാക്കോയുടെ മുൻകാല പശ്ചാത്തലം, പ്രത്യേകിച്ചും ലഹരി ഇടപാടിലൊക്കെ മുൻപ് പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഇയാൾ എന്തിനാണ് ഇറങ്ങിയോടിയത്? ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടോ? അതോടൊപ്പം ആലപ്പുഴയിലെ കഞ്ചാവ് കേസിൽ പങ്കുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? എന്താണ് പോലീസിന്റെ നീക്കം? വൈദ്യപരിശോധനയ്ക്കായി ഉടൻ തന്നെ ഷൈൻ ടോം ചാക്കോയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോകുമോ? ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഏകദേശം 4 മണിക്കൂർ പിന്നിടുന്നു. രാവിലെ 10 മണിക്ക് തന്നെ, കൃത്യം 10 മണിക്ക് തന്നെ ഷൈൻ ടോം ചാക്കോ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം ACPമാരായിട്ടുള്ള രാജ്കുമാർ, ജയകുമാർ, അതോടൊപ്പം തന്നെ നർക്കോട്ടിക് ACP, ഇവരെ 3 പേരുടെയും നേതൃത്വത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഈ ബുധനാഴ്ച രാത്രി 10:30 മണിക്ക് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടി. വെറുതെ ഓടിയതല്ല, അതിസാഹസികമായി 3ാമത്തെ നിലയിൽ നിന്നും 2ാമത്തെ നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു. അവിടെ നിന്ന് സ്റ്റെയർ കേസ് വഴി പുറത്തേക്ക് ഓടുന്നു. വഴിയിൽ കണ്ടൊരു ബൈക്ക് തടഞ്ഞു നിർത്തി അതിൽ കയറിയാണ് മറ്റൊരു ഹോട്ടലിലേക്ക് പോയി. പിന്നീട് ഷൈൻ ടോം ചാക്കോ ആ ഓട്ടം പിന്നീട് അവസാനിക്കുന്നത് തമിഴ്നാട്ടിലായിരുന്നു. അങ്ങനെ ഈ രീതിയിലായിരുന്നു ഷൈൻ അന്ന് നടത്തിയ പ്രകടനങ്ങൾ. എന്തിനായിരുന്നു ഇങ്ങനെ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഇറങ്ങി ഓടേണ്ട ആവശ്യമെന്നായിരുന്നു പോലീസിന്റെ പ്രധാനപ്പെട്ട സംശയം. അതിന് ഷൈൻ ടോം ചാക്കോ നൽകിയ മറുപടി ഇപ്രകാരമാണ്. ഷൈൻ ടോം ചാക്കോയ്ക്ക് ചെറിയ സാമ്പത്തിക ഇടപാടുകൾ, സിനിമയുമായി ബന്ധപ്പെട്ട്, സിനിമയിലൊക്കെ നിരവധി സാമ്പത്തിക ഇടപാടുകളുണ്ട്. ആ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആ സാമ്പത്തിക ഇടപാടിൽ തെറ്റിയത് കൊണ്ടായിരിക്കും ആളുകൾ ഗുണ്ടകളെ വിട്ടതെന്നുള്ളൊരു സംശയമാണ് ഷൈൻ ഉണ്ടായിരുന്നത്. ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഷൈന് ഗുണ്ടകളാണെന്നാണ് തോന്നിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങി ഓടിയതെന്നൊരു വിശദീകരണമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും അത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. മറ്റൊന്ന്, ഈ ഷൈൻ ടോം ചാക്കോന്റെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കുകയാണ്. 3 ഫോണുകളായിരുന്നു ഷൈൻ ടോം ചാക്കോ ഉപയോഗിക്കുന്നത്. അതിൽ ഒരെണ്ണം മാത്രമേ ഇന്ന് ഹാജരാക്കിയിട്ടുള്ളൂ. ആ ഫോണിൽ നിന്നും വിവരങ്ങൾ എടുത്തു. അതിലെ കോൾ ലിസ്റ്റുകൾ, വാട്സപ്പ് ചാറ്റുകൾ, ഗൂഗിൾ പേ അടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. എന്തായാലും വൈദ്യപരിശോധനയ്ക്കായി അല്പസമയത്തിനുള്ളിൽ തന്നെ ഷൈൻ ടോം ചാക്കോയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. പോലീസ് വ്യക്തമാക്കുന്നത് ഈ എന്തായാലും സെൻട്രൽ ACP ഇപ്പോൾ എന്തായാലും അദ്ദേഹം ഇപ്പോൾ എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4 മണിക്കൂറായി ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുകയാണ്. രാവിലെ 10 മണിയോടെയാണ് ചോദ്യം ചെയ്യലിനായി ഷൈൻ ടോം ചാക്കോ കൊച്ചി നോർത്ത് പോലീസിന് മുൻപാകെ ഹാജരായത്. പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും അരമണിക്കൂർ നേരത്തെ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കവേ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഷൈൻ ടോം ചാക്കോ തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഗുണ്ടകളെന്ന് കരുതിയാണ് ഓടിയതെന്നാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് മൊഴി നൽകിയത്. തനിക്ക് നിരവധി ശത്രുക്കളുണ്ട്, അതുകൊണ്ട് തന്നെ ആ സമയം ഈ ഒരു പോലീസ് സംഘം, ഈ ഡാൻസ് ഓഫ് സംഘമാണ് എത്തിയതെന്ന് അറിഞ്ഞില്ല, ഗുണ്ടാ സംഘങ്ങളാണോ എത്തിയതെന്ന് അറിഞ്ഞ് അങ്ങനെ ഒരു കരുതിയാണ് ഹോട്ടലിൽ നിന്ന് സാഹസികമായി ചാടിയത്. പോലീസിനെ സംബന്ധിച്ച് ഷൈനിൽ നിന്നും ചോദിച്ചറിയാൻ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും എന്തിനാണ്
അങ്ങനെ ഒരു സാഹസികമായിട്ടുള്ള ചാട്ടം? എവിടേക്ക് പോയി? ലഹരി സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ചോദിച്ചറിയേണ്ടത്. ഡാനി പോളിലേക്ക് പോവുകയാണ്. ഡാനി, ഏകദേശം ചോദ്യം ചെയ്യൽ പൂർത്തിയായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുമോ? സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ആക്കുന്നതിന് മുൻപാണ് ഇത്തരം നടപടിക്രമങ്ങളുള്ളത്. ഇത് ഷൈൻ ടോം ചാക്കോയുടെ ഈ വൈദ്യ പരിശോധനയ്ക്ക് പിന്നിൽ എന്തായിരിക്കും? കാരണം ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്താനാണോ നീക്കം, അതോ ഇതൊരു സ്വാഭാവിക നടപടിക്രമമായിട്ട് ഇതിനെ കണ്ടാൽ മതിയോ? ടോം, ഇതിൽ ഒരു സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് എങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നവരെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു ശീലമില്ല. പിന്നെ ഇതൊരു പ്രമാദമായ കേസായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി പരിസരമാണ്. ഇവിടെ നിരവധി പേര് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഇതിലെ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിഞ്ഞ് ഷൈൻ ടോം ചാക്കോ ഇവിടെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവരുന്നു എന്നറിഞ്ഞുള്ളൊരു ജനക്കൂട്ടമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. എന്തായാലും ഇത് പോലീസ് സാധാരണഗതിയിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നവരെ ചോദ്യം ചെയ്തതിന് ശേഷം വൈദ്യപരിശോധനയിലേക്ക് കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും സാധാരണഗതിയിലില്ല. പക്ഷേ ഇത് ഇനിയും ഒരുപക്ഷെ ഒരു നിയമ നടപടികളുടെ ഒരു പൂർത്തീകരണം, ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി കേസ് നൽകാനോ കോടതിയിൽ പോകാനുള്ള ഒരു സാധ്യതകളെല്ലാം വളരെ സജീവമാണ്. കാരണം അപ്പോൾ പൂർണ്ണ ഡാനി പോളാണ് കേസെടുക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കും. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായി യൂറിൻ അടക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക്, ഒരു വൈദ്യ പരിശോധനയ്ക്കാണ് പോലീസ് കടക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണെന്ന് നമുക്ക് അല്പസമയത്തിനുള്ളിൽ മനസ്സിലാകാം. എന്തായാലും FIR രജിസ്റ്റർ ചെയ്യുകയാണ്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അതായത് ഇനി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ന്യൂസ് 18 നമുക്ക് കാര്യം ബ്രേക്ക് ചെയ്യാം. എന്നാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ്? ഗൂഢാലോചന കുറ്റമടക്കം, അതായത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരമായിരിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുക. ഇതിൽ ഏതൊക്കെ വകുപ്പുകളാണെന്നാണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്നു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. FIR എഴുതുന്നതേ ഉള്ളൂ. FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഏതൊക്കെ വകുപ്പുകളാണ്? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. നവമി ദിനേശ്, നവമി, നേരത്തെ തന്നെ NDPS ആക്ടിലെ വകുപ്പ് 29(1) അനുസരിച്ച് ഷൈനെതിരെ കേസെടുക്കാൻ പോലീസിന് ആലോചന ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കേസെടുക്കണമെങ്കിൽ കൃത്യമായ തെളിവ് കണ്ടെത്തണം. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തെളിവുകൾ പോലീസിന് ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലാണോ അത്തരമൊരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്? നവമി, NDPS വകുപ്പ് പ്രകാരം 27, 29 വകുപ്പുകൾ പ്രകാരമാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്തായാലും പോലീസ് കേസെടുത്തിരിക്കുന്നത്. FIR അല്പസമയത്തിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്യും. അതിനുശേഷമായിരിക്കും വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇനി എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ഈ വിശദമായ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ വകുപ്പുകളാണ് പോലീസിന് എന്തൊക്കെ തെളിവുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വൈദ്യപരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. ഷൈൻ ടോം ചാക്കോന്റെ യൂറിൻ അടക്കം പരിശോധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ലഹരിയുടെ സാന്നിധ്യം ഷൈൻ ടോം ചാക്കോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് FIR രജിസ്റ്റർ ചെയ്യുകയാണ്. കേസ് എടുത്തിരിക്കുന്നു എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. നവമി സൂചിപ്പിച്ചതുപോലെ NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ പ്രകാരമാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഷൈൻ പോലീസ് നൽകിയ മൊഴി, അവിടെ താൻ പോലീസ് സംഘം, ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലെത്തിയപ്പോൾ
രക്ഷപ്പെട്ടത് ഗുണ്ടാ സംഘമെന്ന് കരുതിയാണ്. മറ്റ് ലഹരി സംഘങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നല്ലോ മൊഴി നൽകിയത്. നവമി, അങ്ങനെയെങ്കിൽ ആ മൊഴി വ്യാജമാണ് എന്ന് തന്നെയല്ലേ പോലീസ് മനസ്സിലാക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ, ഇപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ പോലീസ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്? നേരത്തെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഫോണുകൾ, വാട്സാപ്പ് ചാറ്റുകൾ, ഫോൺ കോളുകൾ, ഗൂഗിൾ പേ ഇടപാടുകളൊക്കെ പോലീസ് പരിശോധിച്ചിരുന്നല്ലോ. ഇതിൽ വ്യക്തമായും ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് NDPC 27, 29 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് കേസെടുക്കാൻ തക്ക തെളിവുകൾ പോലീസിന് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതിയാണെന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി വൈദ്യപരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. എന്തായാലും അന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് അന്ന് ഹോട്ടലിൽ നടത്തിയ റെയ്ഡിനിടെ ഡാൻസർ സംഘത്തെ കണ്ട് ഓടിയ ഷൈൻ ടോം ചാക്കോ അത് ഗുണ്ടാ സംഘങ്ങളെ ഭയന്നാണ് ഓടിയതെന്ന ഷൈൻ ടോം ചാക്കോയുടെ വാദം അത് മുഖവുരയ്ക്കെടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അതായത് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതിയാക്കി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇനി എന്തായാലും ആ ഒരു പ്രൊസീജിയർ, ഈ ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോകുന്ന സാഹചര്യം, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃത്യമായി പല സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ ലഹരി ഇടപാടുകൾ നടത്തുമ്പോൾ ഉൾപ്പെടുത്തേണ്ട വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇനി എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് ഷൈനെതിരെ ലഭിച്ചിരിക്കുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. ഈ ചോദ്യം ചെയ്യൽ, 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തൃപ്തമല്ല. അതായത് ഷൈൻ ടോം ചാക്കോയുടെ മറുപടികളിലൊന്നും തന്നെ പോലീസിന് സംതൃപ്തി ഉണ്ടായിട്ടില്ല. അങ്ങനെ പല സംശയങ്ങളും ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഫോൺ പരിശോധനയിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഈ സാമ്പത്തിക ഇടപാടിലുമൊക്കെ ഈ ലഹരി ഇടപാടുകാരുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ലഹരി വിൽപ്പനക്കാരുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെ വകുപ്പ്, കൂടുതൽ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വരും മിനിറ്റുകളിൽ അറിയാൻ സാധിക്കും. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോകുന്ന ഒരു നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക. അങ്ങനെയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ടോം, വ്യക്തമാണ്. നവമി ദിനേശ് സൂചിപ്പിച്ചതുപോലെ NDPS നിയമത്തിലെ 27, 29 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അതിലൊരു വകുപ്പ് നോൺ ബെയിലബിൾ ആണ്, ഒരു വകുപ്പിൽ ജാമ്യം കിട്ടാനുള്ള വകുപ്പുകൾ കൂടിയാണ്. നവമി, അങ്ങനെയെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. എന്തായിരിക്കും പോലീസിന്റെ നീക്കം? കാരണം ഇതിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ കൂടി ചുമത്തിയ സാഹചര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ടല്ലേ? ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചുമത്തിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ടോ? അതോ കൃത്യമായും ഇയാൾക്ക് ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്ന്, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് കൃത്യം തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ നവമി? എന്തായാലും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമ്പോൾ, അല്ലെങ്കിൽ കേസ് എടുക്കുക എന്നൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസിന്റെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. പോലീസിന്റെ ചോദ്യങ്ങളോട് ഷൈൻ ടോം ചാക്കോയ്ക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ജാമ്യമില്ല വകുപ്പ് പ്രകാരം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കും. പിന്നീട് റിമാൻഡ്, ആ നടപടികളൊക്കെ ഏതൊക്കെ വിധത്തിലായിരിക്കുമെന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും, അല്ലെങ്കിൽ വരും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും. എന്തായാലും സെൻട്രൽ ACP ആണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. NDPS 27, 29
വകുപ്പുകൾ പ്രകാരം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ തെളിവുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞതെന്നാണ് ഇനി അറിയേണ്ടത്. അന്ന് നടന്ന, അതായത് ഈ ഹോട്ടലിൽ ഈ സംഭവം നടക്കുമ്പോൾ, ഈ ഓടി രക്ഷപ്പെടുന്ന ദിവസം, അന്ന് അവിടെ ഒരു ലഹരി പാർട്ടിയാണോ നടന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു ലഹരി ഇടപാടാണോ നടന്നതെന്നാണ് പോലീസിന് അങ്ങനെ അത്തരത്തിലൊരു തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ വരും മിനിറ്റുകളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. ലഹരി ഇടപാടിലാണ് കേസ്. എന്തൊക്കെ തെളിവുകളാണ് ഇയാൾക്കെതിരെ ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പ് പ്രകാരം കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ, അടുത്ത പോലീസിന്റെ നടപടി എന്തൊക്കെ രീതിയിലായിരിക്കുമെന്നൊക്കെ നമുക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ എന്ന തരത്തിൽ പലപ്പോഴും ഈ സ്പെഷ്യൽ ബ്രാഞ്ചിനടക്കം പരാതി ലഭിച്ച്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അടക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഷൈൻ ടോം ചാക്കോ ഈ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരുമായി ബന്ധപ്പെട്ട് ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. ലഹരി ഇടപാടുകളുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എക്സൈസും ഡാൻസാഫും പോലീസും എല്ലാം ഷൈൻ ടോം ചാക്കോയുടെ നിരീക്ഷണ വലയത്തിലായിരുന്നു. എന്തായാലും ആ നിരീക്ഷണ വലയമെല്ലാം ഭേദിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ ഓടിയെങ്കിലും ആ ഓട്ടം ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ നിൽക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യലിനൊടുവിൽ കേസ് രജിസ്റ്റർ, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്നു. ഇനി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത് 10 വർഷം മുൻപ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു കൊക്കെയിൻ കേസ് ഉണ്ടായിരുന്നതാണ്. പിന്നീട് ആ കേസിൽ ഇയാളെ കുറ്റവിമുക്തനാക്കിയതാണ്, അതായത് തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കിയതാണ്. ആ കൊക്കെയിൻ കേസുമായി ബന്ധപ്പെട്ട വിധി പറഞ്ഞ ശേഷം അന്ന് കോടതി പറഞ്ഞ വ്യക്തമായ കാര്യങ്ങളുണ്ടായത്, അതായത് പോലീസിന്റെ വീഴ്ചകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ആ കേസിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞതെന്ന് പോലീസിന്റെ കോടതിയുടെ വിധി പ്രസ്താവത്തിൽ നിന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. 10 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ലഹരി കേസിൽ ഇയാൾ പ്രതി ചേർക്കപ്പെടുന്നു. അതായത് പശ്ചാത്തലം പോലും, ഷൈൻ ടോം ചാക്കോയുടെ പശ്ചാത്തലം പോലും നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരി സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പൊതുസമൂഹത്തിനടക്കം അറിയാവുന്ന കാര്യമാണ്. ഇയാളുടെ പല ബന്ധങ്ങളും, കാരണം കഴിഞ്ഞ ദിവസം ഒരു നടി വിൻസി അലോഷ്യസ് ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകളൊക്കെ നൽകിയതാണ്. ലഹരി ഉപയോഗിച്ച് ഇയാൾ മോശമായി പെരുമാറുന്നു, ഒരു സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറുന്നു, അങ്ങനെ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ, വീഴ്ചകൾ, തുടർച്ചയായി ലഹരി കേസുകൾ പിടിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇത്തവണ ഷൈൻ ടോം ചാക്കോയ്ക്ക് രക്ഷപ്പെടുക അത്ര എളുപ്പമാണോ? ഇത് NDPS ആക്ട് 29 ഗുരുതര വകുപ്പുകളാണ്, 10 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഈ വകുപ്പിലുള്ളത്. ഇനി ഈ കേസിനൊപ്പം തന്നെ മറ്റു ആലപ്പുഴയിലെ കേസും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ആലപ്പുഴയിലെ കഞ്ചാവ് കടത്ത് കേസും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ നവമി? ടോം, എന്തായാലും ആ ഒരു കേസിന്റെ അന്വേഷണമൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ, അതായത് ഈ ചോദ്യം ചെയ്യലിൽ തന്നെ അത്തരത്തിലുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അത്രയും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ ശേഖരണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പോലീസ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും പിന്നീട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കണമെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുവാൻ, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഈ തെളിവുകൾ ലഭിച്ചതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ തെളിവുകളിലും അതായത് തെളിവുകളും മൊഴികളിലും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതായത് ഷൈൻ ടോം ചാക്കോയുടെ പോലീസ് ശേഖരിച്ച തെളിവുകളിലും ഷൈൻ ടോം ചാക്കോ നൽകിയ മൊഴികളിലും അതിലൊക്കെ ചില വൈരുദ്ധ്യം ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഡാൻസ് ഓഫ് അന്വേഷിച്ചെത്തിയ ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്നും ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ
ഷൈൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമെതിരെയാണ് ഇപ്പോൾ ഷൈനെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പാണ്. 10 മുതൽ 20 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് ഈ അന്ന് ഡാൻസ് ഓഫ് അന്വേഷിച്ച് എത്തിയ ആ ലഹരി ഇടപാടുകാരൻ സജീറാണ്. ആ സജീറിനെ അറിയാമെന്നാണ് ഷൈൻ ടോം ചാക്കോ നൽകിയ മറുപടി. അങ്ങനെയാണെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ലഹരി ഉപയോഗവും ലഹരി ഗൂഢാലോചനയും എന്ന വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 10 മുതൽ 20 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇപ്പോൾ ഷൈനെതിരെ ചുമത്തിയിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി. ഡാനി, എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. കേസെടുത്തിരിക്കുന്നത് NDPS ആക്ട് 27-29 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇനി എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേസ് എടുത്തിരിക്കുന്നു, അറസ്റ്റ് ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഇനി കോടതിയിൽ ഹാജരാക്കണം. അതിനു മുൻപുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഷൈൻ ടോം ചാക്കോയെ മെഡിക്കൽ പരിശോധന, വൈദ്യപരിശോധന ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ടോം, വൈദ്യപരിശോധന ഉടൻ തന്നെ ഉണ്ടാകും. അത് എറണാകുളം ജനറൽ ആശുപത്രിയിലായിരിക്കും വൈദ്യപരിശോധന ഉണ്ടാവുക. അതിനുള്ള ഇവിടെ ഈ പോലീസ് അടക്കമുള്ള കൂടുതൽ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. എറണാകുളം സെൻട്രൽ പോലീസിനടക്കം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് വന്നിരിക്കുന്നു. വൈകാതെ തന്നെ ഷൈൻ ടോം ചാക്കോയെ ഇവിടെ നിന്ന് ചോദ്യം ചെയ്യുന്ന നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് ഈ ലഹരി ഇടപാട് സംബന്ധിച്ചുള്ള കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇത് മാറിയിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ നിന്ന് ഈ ഷൈൻ ടോം ചാക്കോ ഈ ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു. ആ രീതിയിലായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. ഇതിൽ എന്ത് തെളിവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും പോലീസ് ഇതിലൊരു കൃത്യമായ രീതിയിൽ, അതായത് അന്വേഷണം ഏത് രീതിയിലേക്ക് പോകുന്നു, ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒന്നും തന്നെയും ഒരു നിർദ്ദേശവും തന്നെയും നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നതാണ്. ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ തെളിവുകളുടെ ഒരു സമാഹരണം കൊണ്ട് തന്നെയാണ് ഈ ചോദ്യങ്ങൾക്ക് മുൻപിലേക്ക് ഷൈൻ ടോം ചാക്കോ എത്തിയത് എന്നതാണ് ഇപ്പോഴത്തെ ഈ നടപടികളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. NDPS ആക്ട് പ്രകാരം വിവിധ വകുപ്പുകൾ ചേർത്തിരിക്കുന്നു. കുറ്റകരമായ ഒരു ഗൂഢാലോചന, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാനുള്ള കുറ്റകരമായ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് 29 വിവക്ഷിക്കുന്നത്. 27 ഈ സമാനമായ രീതിയിലുള്ളത് തന്നെയാണ്. എന്തായാലും അത് കുറ്റകരമായ രീതിയിലേക്ക് ഷൈൻ്റെ ആ കൂടിക്കാഴ്ചയും ഓട്ടവും എല്ലാം തന്നെ വന്നിരിക്കുന്നു. അവിടെ വെച്ച് ലഹരി ഇടപാടുകാരെ അടക്കം സന്ധിച്ചിരിക്കുന്നു എന്നതാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത്. വെറുതെ ഓടിയതല്ല, ആ ഓട്ടത്തിൽ പലതും ഉണ്ടായിരുന്നു എന്നത് ഇപ്പോൾ ഷൈനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചതിലൂടെ തന്നെ വ്യക്തമായിരിക്കുക എന്നതാണ്. വൈകാതെ അവിടെ പോലീസ് സ്റ്റേഷനിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം വൈകാതെ ഇവിടെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേക്കും. ഇവിടെ ജനറൽ ആശുപത്രിയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇവിടെ വൈകാതെ തന്നെ ഇവിടെ എത്തിക്കും. അതിനുശേഷം മറ്റ് നിയമ നടപടികൾ ഒരുപക്ഷെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അടക്കം നീങ്ങിയേക്കാം. എന്തായാലും ശക്തമായൊരു മറുപടി ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിൽ അന്വേഷണങ്ങളിൽ ശക്തമായൊരു മറുപടി ഈ പോലീസ് സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. മുഖം നോക്കാതെയുള്ള ഒരു മറുപടിയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഈ പോലീസ് നടത്തുന്ന നിരന്തരമായ തിരച്ചിലുകളും പരിശോധനകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ പരിശോധനകൾക്ക് ഒടുവിൽ ഇപ്പോൾ പലരും തന്നെ സിനിമാ മേഖലയിലേക്ക് പലപ്പോഴും സിനിമാ മേഖല സംബന്ധിയായ കാര്യങ്ങളിൽ പലപ്പോഴും ചോദ്യങ്ങൾ ഉയരുമായിരുന്നു. പലർക്കും സിനിമാ മേഖലയുമായി ബന്ധമുള്ളവരാണ് ഈ പിടിയിലാവുന്നവർക്ക്. അവർക്ക് പല രീതിയിലുള്ള കണക്ഷൻസ് അവർക്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നെങ്കിൽ പോലും ശക്തമായൊരു നടപടികളിലേക്ക് പോയിരുന്നില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിന് പര്യാപ്തമായ രീതിയിലുള്ള തെളിവുകൾ അടക്കം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇതിന് ശേഷം ഇപ്പോൾ പോലീസ് അതിൻ്റെ ഒരു തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നത് കൂടിയാണ്. ലഹരി റെയ്ഡുകൾ, പരിശോധനകൾ നാടെമ്പാടും പുരോഗമിക്കുമ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഈ വെറും ഇടപാടുകാർ, കടത്തുകാർ മാത്രമാണോ
ഇതിൽ പിടിക്കപ്പെടുന്നത്. അതിന് അവരെ എത്ര പണം നൽകിയും അത് വാങ്ങാൻ തയ്യാറാകുന്നവർ കൂടി ഇതിൻ്റെ ഭാഗമാകേണ്ടതില്ല. അവർക്കെതിരെ കൂടി നടപടികൾ വേണ്ടതല്ലേ എന്നെല്ലാ ചോദ്യങ്ങളും പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉയർന്നിരിക്കുകയും ചെയ്യുന്നു. അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് കൂടി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ കടക്കുകയാണ്. ടോം, വ്യക്തമാണ്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും. അതിനുശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കും. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി. നവമി, നേരത്തെ ഈ ഷൈൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഡാൻസ് ഓഫ് അന്വേഷിച്ചെത്തിയ ലഹരി മരുന്ന് ഇടപാടുകാരനെ അറിയാമെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഷൈൻ ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഈ കേസിൽ എത്ര പേരൊക്കെയാണ് ഈ പ്രതിപ്പട്ടികയിൽ ഉണ്ടാവുക? ഈ ഷൈൻ അറിയാം എന്ന് പറയുന്ന ലഹരി സംഘത്തിലെ പ്രധാനി, ഇതിന് പുറമെ കൂടുതൽ പേർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമോ? അതോടൊപ്പം അറിയേണ്ടത് ഈ സിനിമയിലെ ലഹരി ഉപയോഗം, നേരത്തെ നടി വിൻസി അലോഷ്യസ് സൂചിപ്പിച്ചതുപോലെ ആ സിനിമയിൽ ലഹരി ഉപയോഗിച്ച് ഇയാൾ മോശമായി പെരുമാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏറെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലായിരുന്നു വിൻസി നടത്തിയത്. ഇക്കാര്യത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ആ സംഭവത്തിൽ വിൻസി അലോഷ്യസ് പോലീസിൽ പരാതിപ്പെട്ടില്ലെങ്കിൽ പോലും അത്തരമൊരു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ടോ? ടോം, ഇതില് ഡാൻസ് ഓഫ് സംഘം അന്ന് ഹോട്ടലിൽ അന്വേഷിച്ച് ചെന്നത് സജീർ എന്ന ഒരു ലഹരി ഇടപാടുകാരനെ ആയിരുന്നു. ആ അന്വേഷണത്തിലായിരുന്നു ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയുടെ 3ാമത്തെ നിലയിൽ നിന്നും ഇറങ്ങി ഓടിയത്. അങ്ങനെ ഈ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ നടത്തിയ 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ഈ സജീറുമായുള്ള ബന്ധത്തെ ഷൈൻ ടോം ചാക്കോ തള്ളി പറയുന്നില്ല. അതായത് സജീറുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് തന്നെയാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. അതോടൊപ്പം ഷൈൻ്റെ മൊഴികളിൽ ചില വൈരുദ്ധ്യമുണ്ടെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ലഹരി ഉപയോഗത്തിനും ലഹരി ഗൂഢാലോചനയ്ക്കുമെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 27A ലഹരിക്കായി സാമ്പത്തിക സഹായം നൽകി, അത് 10 മുതൽ 20 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. 29(1) അത് ലഹരിക്കായി പ്രേരണ കുറ്റം അല്ലെങ്കിൽ ഗൂഢാലോചന കുറ്റം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ ജാമ്യമില്ലാ വകുപ്പ് ആയതിനാൽ അറസ്റ്റ് അടക്കമുള്ള ഘട്ടത്തിലേക്കായിരിക്കും പോലീസ് കടക്കുക. എന്തായാലും ഇതിൽ ആരൊക്കെയാണ് പ്രതികളായിട്ടുള്ളത്, ഷൈൻ ടോം ചാക്കോയെ കൂടാതെ മറ്റാരൊക്കെയാണ് പ്രതികളായിട്ടുള്ളതെന്ന് നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ വിവരങ്ങളൊന്നും പോലീസ് പുറത്തു വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ സജീർ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കാനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. ഈ സജീറിനെ അറിയാമെന്ന് തന്നെയാണ് ഷൈൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഷൈനുമായി ഈ പ്രതികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട അവർക്ക് സാമ്പത്തിക സഹായം നൽകി, അതായത് സജീറിനടക്കം സാമ്പത്തിക സഹായം ഷൈൻ ടോം നൽകി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ കേസെടുക്കാനുള്ളൊരു വകുപ്പ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വരുന്നത്. ഒപ്പം ഈ ഫോൺ അടക്കമുള്ളവ പരിശോധിച്ചിരുന്നു. ഫോണിൻ്റെ ഡീറ്റെയിൽസ് വിശദമായി പരിശോധിച്ചു. അതിലെ കോൾ ലിസ്റ്റുകൾ, ഗൂഗിൾ പേ അടക്കം നടത്തിയ പരിശോധനയിൽ നിന്നൊക്കെയാണ് പോലീസിന് ഈ വിവരം കിട്ടിയത്. ഒപ്പം ആ ഹോട്ടലിൽ അന്ന് ഷൈൻ ടോം ചാക്കോ താമസിച്ച വേദാന്ത ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു. അന്ന് ഈ പ്രതികൾ അവിടേക്ക് എത്തുന്നതും ഷൈനെ കാണുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് നമുക്കറിയില്ല. അത് പോലീസ് തന്നെ അതിൻ്റെ വിവരങ്ങൾ വ്യക്തമാക്കണം. എന്തായാലും ആ ഹോട്ടലിൽ അന്ന് ഈ പറയുന്ന മറ്റുള്ളവർ അവിടെ ഈ ലഹരി ഇടപാടുകാർ അവിടെ എത്തിയിരുന്നു. ആ ഇടപാടുകാർ ഷൈനെ കണ്ടിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഈ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ പോലീസ് നടത്തിയത്. ആ ചോദ്യം ചെയ്യലിൽ മൊഴികളിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തിനായിരുന്നു ഷൈൻ അന്ന് ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതെന്ന ചോദ്യമായിരുന്നു. അതിന് ഷൈൻ തന്ന മറുപടി, തനിക്ക് സാമ്പത്തികമായി പല ഇടപാടുകളുമുണ്ട്, അങ്ങനെ ഇടപാടുകാരുമായി ചില തെറ്റിദ്ധാരണ ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട് ചില വാക്കുതർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. അവരായിരിക്കും രാത്രി ഗുണ്ടകളാണ് എത്തിയത് കരുതിയാണ് താൻ ഇറങ്ങി ഓടിയത്. ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഷൈന് ഗുണ്ടകളാണെന്ന് തോന്നി, അങ്ങനെയാണ് താൻ ഇറങ്ങി ഓടിയതെന്നാണ് ഷൈൻ നൽകിയ മറുപടി. പക്ഷെ അതൊട്ടും പോലീസിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിലൊക്കെ ചില അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും കൃത്യമായിട്ടുള്ള തെളിവുകളും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ്
കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വൈദ്യപരിശോധനയ്ക്ക് അടക്കം ഇപ്പോൾ കൊണ്ടുപോകും. ടോം നേരത്തെ ചോദിച്ചത് ഈ വിൻസി അലോഷ്യസിന്റെ പരാതിയാണ്. വിൻസി ഇപ്പോഴും പോലീസിന് പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. എക്സൈസ് സംഘം അടക്കം വിൻസിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളോടും വിൻസിയോടും ഒക്കെ സംസാരിച്ചു. പക്ഷേ കുടുംബത്തിനും ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അതിൽ സിനിമയിൽ നടന്ന സംഭവം അത് സിനിമയിൽ തന്നെ തീർക്കട്ടെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ അസോസിയേഷനും ഈ ഫിലിം ചേംബറിനും അമ്മയ്ക്കും അടക്കം വിൻസി പരാതി നൽകിയത്. അങ്ങനെ ആ രീതിയിൽ പോയാൽ മതി, പോലീസിനോടോ എക്സൈസിനോടോ ഇത് പറയാനോ അല്ലെങ്കിൽ ഇതൊരു പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് വിൻസി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം കൂടി, എന്തായാലും വൈദ്യപരിശോധന നടത്തുന്നത് സ്വാഭാവിക നടപടിക്രമമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇവിടെ ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന്, ലഹരി വാങ്ങാൻ പണം മുടക്കി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. നമുക്കറിയാം, ഇതിനു മുൻപ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൊരു വീഴ്ച കാരണമാണ് 2015 കൊക്കെയിൻ കേസിൽ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ടത്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു അന്വേഷണം വേണം, തെളിവുകൾ പരമാവധി ശേഖരിക്കണം. വൈദ്യപരിശോധന എന്ന് പറയുമ്പോൾ സ്വാഭാവിക വൈദ്യപരിശോധനയ്ക്ക് അപ്പുറം ഇയാളുടെ തലമുടി, മറ്റ് ശരീരസ്രവം അടക്കമുള്ള പരിശോധനകൾ, വിശദമായ ഒരു പരിശോധന തന്നെ ഉണ്ടാകേണ്ടതല്ലേ? അങ്ങനെ ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ കടക്കുന്നത്. തുടക്കത്തിൽ ഇതൊരു സ്വാഭാവിക പരിശോധന മാത്രമാണെന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത്. പക്ഷെ പിന്നീടാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഹരി ഇടപാടിൽ കേസെടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് ഇനി നടക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ യൂറിനടക്കം പരിശോധന നടത്തും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതായത് ലഹരി ഇടപാടുകാരെ പിടികൂടുമ്പോൾ അവർ ലഹരി ഉപയോഗിക്കുന്നവരാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയായിരിക്കും ഇനി നടത്തുക. അതിനു വേണ്ടിയിട്ടായിരിക്കും ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോകുക. കാരണം നമുക്കറിയാം ടോം, ഈ സംഭവം നടക്കുന്നത് ബുധനാഴ്ചയാണ്. അന്ന് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ പിടികൂടിയാൽ മാത്രമേ പോലീസിന് അത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇത് ഇത്ര ദിവസം കടക്കുമ്പോൾ ഷൈൻ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനെങ്കിൽ കൂടുതൽ വിദഗ്ധമായ പരിശോധന തന്നെ നടത്തണം. അത് മുടിയടക്കം കൊണ്ടുപോയി പരിശോധിച്ചാൽ മാത്രമേ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ എന്നൊക്കെ കൃത്യമായി പോലീസിന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ആ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും, അങ്ങനത്തെ ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഹരി ഇടപാടിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഈ ലഹരി ഇടപാട് നടത്തി, അതായത് ലഹരി ഇടപാടുകാരന് സാമ്പത്തിക സഹായം നൽകി, ലഹരി ഉപയോഗിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരം, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഇവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതായിരിക്കും പോലീസിന്റെ അടുത്ത നടപടി. മറ്റൊരു കാര്യം, ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ആദ്യത്തെ കൊക്കെയിൻ കേസായിരുന്നു ഷൈൻ ടോം ചാക്കോ പ്രതിയായിട്ടുള്ളത്. അത് പിന്നീട് വിശദമായ വിചാരണകൾക്കൊക്കെ ഒടുവിൽ, വാദങ്ങൾക്കും ഒടുവിൽ ഇതിന്റെ ഒരു വിധി വരുമ്പോൾ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരെ ആകുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഇതിന്റെ വിശദമായ കോടതിയുടെ ഈ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കിയതെന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് പോലും തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അതായത് കൃത്യമായിട്ടുള്ള പരിശോധന പോലും അന്ന് അന്വേഷണ സംഘം നടത്തിയിരുന്നില്ല. പിടികൂടുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കൈ ലഹരി ഉണ്ടായിരുന്നു എന്നറിയില്ല. ആദ്യം ആരാണ് ഈ ഹോട്ടൽ മുറിയിൽ കയറി ഷൈൻ ടോം ചാക്കോയെ പിടികൂടിയതെന്ന് അറിയില്ല. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളെ പരിശോധിച്ചത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരല്ല, ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വേണം ആ സംഭവം ഇങ്ങനെ ലഹരി പിടികൂടുമ്പോൾ ഉണ്ടാകേണ്ടത്. പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു ജോലിയിൽ ഇല്ലാതിരുന്ന, അതായത് അപ്പോൾ ജോലിയിൽ ഇല്ലാതിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ ദുർബലമായിട്ടുള്ള കാര്യങ്ങളുമായിരുന്നു. അതായത് പോലീസിന് അതുപോലും കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലും ഹാജരാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വാദങ്ങൾ നീണ്ടപ്പോഴാണ് ഈ പ്രതികളെ വെറുതെ വിട്ട ഒരു ഘട്ടത്തിലേക്ക് കോടതിയും കടന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലീസിന് വലിയ വിമർശനം നിലനിന്നിരുന്നു. പ്രതിക്കൂട്ടിലായത് പോലീസായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് പോലീസ് കൃത്യമായി തന്നെ പഴുതടച്ച്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുള്ള ഒരു ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തെളിവുകൾ ശേഖരിച്ച് തന്നെയായിരിക്കും സൂചിപ്പിച്ചതുപോലെ പഴുതടച്ചുള്ള അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. കാരണം
നേരത്തെ 2015 കൊക്കെയിൻ കേസ് പോലെ ഏതെങ്കിലും രീതിയിലുള്ള പിഴവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ നടന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കും. അതുകൊണ്ട് തന്നെ ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. ഇയാളുടെ ലഹരി ബന്ധങ്ങളെക്കുറിച്ച് പരിശോധിക്കണം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കേസെടുത്ത സാഹചര്യത്തിൽ സിനിമാ സംഘടനകൾ ഈ നടനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. കോട്ടയത്ത് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം അല്പസമയത്തിനകം നടക്കും. ആ വാർത്തയിലേക്ക് എത്താം. ഇടവേള കഴിഞ്ഞു. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഷൈനെതിരെ NDPS ആക്ട് 27, 29 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ഷൈൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഡാൻസ് ഓഫ് അന്വേഷിച്ചെത്തിയ ലഹരി ഇടപാടുകാരനെ അറിയാമെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിന് മൊഴി നൽകി. എന്നാൽ നേരത്തെ ഡാൻസ് ഓഫ് സംഘം അന്ന് ഹോട്ടലിൽ എത്തിയപ്പോൾ ഗുണ്ടകളെന്ന് കരുതിയാണ് താൻ അവിടെ നിന്നും ഇറങ്ങി ഓടിയത് തുടങ്ങിയ മൊഴികളായിരുന്നു ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയത്. എന്നാൽ ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. മൊഴി പച്ചക്കള്ളമെന്ന് തന്നെ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയുടെ മൊബൈൽ ഫോൺ, വാട്സാപ്പ് ചാറ്റുകൾ, ഗൂഗിൾ പേ ഇടപാടുകൾ, ഫോൺ കോൾ വിവരങ്ങൾ, ഇടപാടുകളടക്കം പരിശോധിച്ച ശേഷം കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. നവമി ദിനേശിലേക്ക്. നവമി, എന്തായാലും അറസ്റ്റ്, ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത നീക്കം എന്തായിരിക്കും ഇനി? എന്തായാലും ലഹരി ഇടപാട് കേസിൽ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലഹരിക്ക് സാമ്പത്തിക സഹായം നൽകി, ലഹരി ഉപയോഗിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വ്യക്തി സജീർ, ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. അതായത് ഇയാൾ ലഹരി ഇടപാടുകാരനാണെന്ന തരത്തിലുള്ള കേസുകൾ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ കൂടി പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ എത്രാം പ്രതിയാണ് ഷൈൻ ടോം ചാക്കോ എന്ന് നമുക്ക് ഇനി FIR ലഭിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലഹരി ഇടപാട് കേസിലാണ് ഷൈൻ ടോം ചാക്കോയെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉടനെ തന്നെ വൈദ്യപരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഇനി കോടതിയിൽ റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോലീസ് കടക്കുക. അതിനുശേഷം വിശദമായുള്ള ചോദ്യം ചെയ്യലിനു വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അങ്ങനെയാണ് സാധാരണ പോലീസിന്റെ ഒരു നടപടിക്രമം. ഇതിൽ നമുക്ക് ആ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ലഹരി ഇടപാട് കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിലെ 8ാമത്തെ പ്രതിയാണ് ഷൈൻ ടോം ചാക്കോ എന്ന് നമുക്ക് ഉടനെ അറിയാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം ഈ ഹോട്ടലിൽ നടന്ന കലൂരിലെ
കലൂരിലെ വേദാന്ത ഹോട്ടലിൽ നടന്ന പരിശോധനയിൽ, ഡാൻസ് ഓഫിന്റെ പരിശോധനയിൽ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതാണ് ഷൈൻ ടോം ചാക്കോ. ആ ഇറങ്ങി ഓടിയത് എന്താണെന്നുള്ളൊരു എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുന്നത്. അന്ന് ഷൈൻ ടോം ചാക്കോ അവിടെ എത്തിയത് ഈ ലഹരി ഇടപാടുകാർക്ക് സാമ്പത്തിക സഹായം നൽകുവാനും ലഹരി ഉപയോഗിക്കുവാനുമാണെന്ന പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു. ഈ തെളിവ് നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വൈദ്യപരിശോധനയിലാണ് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണോ എന്ന വൈദ്യപരിശോധനയിലടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കും ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. ഉടനെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അന്ന് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഓട്ടം പിന്നീട് തമിഴ്നാട്ടിലാണ് ചെന്നെത്തുന്നത്. പക്ഷേ പോലീസ് പുറകെ പോയി പിടിക്കാനൊന്നും നിന്നില്ല. പകരം ഷൈൻ ടോം ചാക്കോനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയായിരുന്നു കേരള പോലീസിന്റെ നീക്കവും. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം തന്നെയാണ് ഷൈൻ ടോം ചാക്കോയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതും. 10 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഏകദേശം 1 മണിയോട് അടുക്കുമ്പോഴാണ്, 2 മണിയോട് അടുക്കുമ്പോൾ തന്നെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്നതും തെളിവുകൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എത്തി നിൽക്കുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ടെന്ന് തന്നെ ഇതിനോടകം തന്നെ വ്യക്തമായി. പല ചോദ്യങ്ങളിലും മൊഴികൾ, അത് ഷൈൻ ടോം ചാക്കോ തരുന്ന ഉത്തരങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ 3 ACP-മാരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലിനൊന്നും മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട്, ലഹരി കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം, ലഹരി ഇടപാടുകാർക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന് കൃത്യമായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ പരിശോധിക്കുന്നു. അതിലെ ഫോൺ രേഖകൾ, ഗൂഗിൾ പേ മെസ്സേജുകൾ, ഇതെല്ലാം ഹോട്ടലില് ഡാൻസ് ഓഫ് സംഘം പരിശോധിച്ചെത്തിയ സജീറിനെ അറിയാമെന്ന് പറഞ്ഞിരുന്നു. അത് മൊഴി നൽകിയിട്ടുണ്ട്. ഈ സജീറുമായിട്ടാണോ ലഹരി ഇടപാടിന് ഇയാൾ സാമ്പത്തിക, അതായത് പണം മുടക്കിയത്? അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഈ ഗൂഗിൾ പേ വഴി ആണ് ഈ പണം നൽകിയതെന്ന് ഉൾപ്പെടെയുള്ള ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ടല്ലോ. അതിൻ്റെ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഷൈൻ പ്രതിയായ ഈ കേസിൽ മറ്റാരൊക്കെ പ്രതിപട്ടികയിലേക്ക് വരും? സജീർ, അതുകൂടാതെ കൂടുതൽ സംഘങ്ങൾ പോലീസിന്റെ പട്ടികയിലുണ്ടോ? കൂടുതൽ പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമോ? നവമി, തീർച്ചയായും ടോം, ഇത് ഷൈൻ ടോം ചാക്കോ മാത്രമായിരിക്കില്ല ഇതിലെ പ്രതികൾ. ഇതിൽ ഇടനിലക്കാരനായത്, അതായത് അന്ന് ഹോട്ടലിൽ സജീർ എന്ന ലഹരി ഇടപാടുകാരനാണ് എത്തിയത്. അത് എത്തിയത് ഷൈൻ ടോം ചാക്കോയെ കാണാൻ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാ തെളിവുകളും പോലീസിന്റെ പക്കലുണ്ട്. ഇത് നിരത്തിവെച്ചുള്ളൊരു ചോദ്യം ചെയ്യലായിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി, അതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതിൽ സജീറിനെ അറിയാമെന്ന് തന്നെയാണ് ഷൈൻ പറഞ്ഞത്. അതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് കൂടി ഷൈൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാമ്പത്തിക സഹായം, ലഹരി ഇടപാടിന് സാമ്പത്തിക സഹായം നൽകിയെന്ന വകുപ്പും അതോടൊപ്പം ലഹരി ഉപയോഗിച്ചു ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരവും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ മറ്റ് പ്രതികൾ ആരൊക്കെയാണെന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. സജീറിനെ പ്രതിയാക്കും, പക്ഷേ സജീറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, സജീർ ആരാണ് എന്ന വിവരങ്ങളൊക്കെ നമുക്കിനിയും കണ്ടെത്തേണ്ടതുണ്ട്. സജീറിനെതിരെ മുൻപും ലഹരി കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഇനിയൊരു പുതിയ കേസിൽ ഷൈൻ പ്രതിയായിട്ടുള്ള കേസിൽ കൂടി സജീറിനെ പ്രതിയാക്കും. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ പ്രതിയാണ് ഷൈൻ ടോം ചാക്കോ എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. സജീറുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട്, അയാളുമായി ലഹരി കൈമാറ്റമുണ്ടെന്ന് പോലീസിനോട് ഷൈൻ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ഷൈൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത്. ഇനി ഈ കേസിൽ ആരൊക്കെയാണ് മറ്റ് പ്രതികൾ, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകോ, എന്തൊക്കെ തെളിവുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്, ഈ കാര്യങ്ങളിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. അതിന് FIR ലഭിച്ചാൽ തന്നെ നമുക്ക് അതിൽ കൂടുതൽ കൃത്യത വരും. അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് വിശദമായി അദ്ദേഹം ഈ FIR, ഈ അറസ്റ്റ് അടക്കമുള്ള ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞാൽ
പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ നമുക്കുള്ള ബാക്കിയുള്ള ചോദ്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്താൻ കഴിയും. ആരൊക്കെയാണ് ഈ കേസിലെ മറ്റു പ്രതികൾ, ഷൈൻ ടോം ചാക്കോ എത്രാം പ്രതിയാണ്, എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് ഷൈനെതിരെ ശേഖരിക്കാൻ കഴിഞ്ഞത് എന്നീ കാര്യങ്ങളിലൊക്കെ വരും മണിക്കൂറിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്താൻ കഴിയും കേട്ടോ. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് നടൻ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഒരു ഘട്ടത്തിൽ നടൻ പതറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം തുടക്കത്തിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ എത്തിയപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് എത്തിയതെങ്കിൽ പിന്നീട് പോലീസ് നടന്റെ മുന്നിൽ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ടാകുന്നു. തെളിവുകളും മൊഴികളും തമ്മിൽ അങ്ങനെ വൈരുദ്ധ്യമുണ്ടായപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ ലഹരി ഇടപാടുകാരനായി ബന്ധമുണ്ട് എന്ന് ഇയാൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ലഹരി ഇടപാടിന് പണം നൽകിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. കോട്ടയം ഏറ്റുമാനൂരിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം അല്പസമയത്തിനകം നടക്കും. വൈകിട്ട് 3 മണിക്ക് ചെറുകര സെന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. പടിഞ്ഞാറ്റിൻകരയിലെ പൂവത്തുങ്കൽ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. ഭർത്താവിന്റെ ഇടവക പള്ളിയിലെ പാരിഷ് ഹാളിൽ ഉൾപ്പെടെ നിരവധി പേരാണ് 3 പേർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ജനപ്രതിനിധികളടക്കം ഒട്ടേറെ പേർ 2 ഇടങ്ങളിലും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മൃതദേഹത്തെ ഭർത്താവ് ജിമ്മി അന്തിമോപചാരം അർപ്പിക്കാനെത്തിയപ്പോൾ നാട്ടുകാരുടെ രോഷപ്രകടനമുണ്ടായി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് സാധ്യത. ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏറെ വികാരനിർഭരമായ കാഴ്ചകളാണ് ഈ പള്ളിയിലെ ഈ ഓഡിറ്റോറിയത്തിൽ കണ്ടത്. ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകൾ ഉടൻ ആരംഭിക്കുമോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും പൈങ്കുളം സെന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. മൃതദേഹം വീട്ടിലെത്തിയപ്പോൾ മുതൽ പലതരത്തിലുള്ള ശുശ്രൂഷ ചടങ്ങുകൾ, പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചിരുന്നു. അത് ഏതാണ്ട് 3:30 കല്ലറയിൽ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. രാവിലെ മുതൽ കണ്ടതെല്ലാം വൈകാരികമായ രംഗങ്ങളാണ് ടോം. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല, ജിസ്മോളുടെ വീട്ടിൽ മാത്രമല്ല, ഇപ്പുറത്ത് പള്ളിയിലും, അതായത് ഈ ഭർത്താവിൻ്റെ വീടിരിക്കുന്ന ജിമ്മിയുടെ വീടിന് തൊട്ടടുത്തുള്ള പാരിഷ് ഹാളിലും ഒക്കെയും സമാനമായ രംഗങ്ങൾ തന്നെയായിരുന്നു. ജിസ്മോളെ ഏറെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജിസ്മോളുടെ ഒരു വേർപാട് എന്നുള്ളതിനപ്പുറത്തേക്ക് 2 കുഞ്ഞുങ്ങൾ കുഞ്ഞുടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഒരുങ്ങിക്കിടക്കുന്ന, ഉറങ്ങുന്നതിന് സമാനമായി കിടക്കുന്ന ഒരു കാഴ്ച, അത് അവിടെ എത്തിയ ഓരോ മനുഷ്യരുടെയും കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു. വൈകാരികമായി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പലരും അവിടെ നിന്ന് പോയത് എന്നുള്ളതാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ കഴിഞ്ഞ കാഴ്ച. ജിസ്മോളുടെ വീട്ടിലെത്തിയപ്പോഴും ഉറ്റ ബന്ധുക്കളെല്ലാം അത്രയും വൈകാരികമായി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ മൃതദേഹത്തെ കാണുകയും അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കണ്ടത്. വളരെ വേദനാജനകമായ ഒരു സംഭവം എന്ന നിലയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് 2 പെൺമക്കൾ, ഒരമ്മ, ഇവരുടെ ഒരു 3 ആംബുലൻസുകളിലായുള്ള അവരുടെ യാത്ര, അതിനുശേഷം വീട്ടിലേക്കുള്ള വരവ്, ഇതെല്ലാം
ഒരുപക്ഷെ ഒരു അവസാന നിമിഷത്തെ കാഴ്ചകളായി മനുഷ്യരുടെ മനസ്സിൽ വേദനയുള്ള കാഴ്ചകളായി അവശേഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും വൈകാതെ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ഉണ്ടാകും, അവസാനഘട്ട ചടങ്ങുകൾ ഉണ്ടാകും. രാവിലെ മുതൽ ചെറിയ ചില പ്രതിഷേധങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നീർക്കാട് പള്ളിയിൽ പാരിഷ് ഹാളിൽ എത്തിച്ച സമയത്ത് ജിമ്മി ആദ്യം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയപ്പോഴും ചില ആളുകൾ നീ എന്തിനാണ് ഇനി കരയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആക്രോശിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ജിമ്മിയും വളരെ വൈകാരികമായാണ് രണ്ട് കുഞ്ഞു മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ അടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ജിമ്മിയുടെ മാതാവുമൊക്കെയും അതേപോലെ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 10:30 വരെയാണ് സമയം അനുവദിച്ചിരുന്നത്. 1.5 മണിക്കൂർ സമയമാണ് അനുവദിച്ചിരുന്നത്. ഒരല്പം വൈകാൻ തുടങ്ങിയപ്പോൾ പള്ളിയിൽ അച്ഛനും മറ്റും പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴും അവിടെ നിന്നെത്തിയവർ മറ്റും പ്രതിഷേധിക്കുന്ന രീതി കണ്ടു. അങ്ങനെ വേഗം അവിടെ നിന്ന് മൃതദേഹം ഈ പടിഞ്ഞാറ്റിൻകരയിലേക്ക് കൊണ്ടുപോകുകയാണ് പിന്നീട് ചെയ്തത്. എന്തായാലും അവിടെയും പൊതുദർശനം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ, ജനപ്രതിനിധികളടക്കം നാട്ടിലെ ഏതാണ്ട് എല്ലാവരും, ജിസ്മോളുമായി പരിചയമുള്ളവരും, മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, അഭിഭാഷകയായിരുന്നു, ആ നിലയിലൊക്കെ പരിചയമുള്ളവരെല്ലാം ഇവിടെ കൂടിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ശ്രീജിത്ത്, നേരത്തെ അസ്വാഭാവിക മരണത്തിന് തുടക്കത്തിൽ പോലീസ് കേസെടുത്ത് കൂടുതൽ വകുപ്പുകൾ ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ജിസ്മോളുടെ കുടുംബം ഉന്നയിക്കുന്നത് പോലെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് മറ്റ് ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നു, ഭർത്തൃമാതാവ് മാനസികമായി അവരെ പീഡിപ്പിച്ചിരുന്നു തുടങ്ങിയ വെളിപ്പെടുത്തലൊക്കെ ജിസ്മോളുടെ കുടുംബം ഉന്നയിച്ചിരുന്നല്ലോ. ഈ സാഹചര്യത്തിൽ ഈ ഭർത്താവിനെയും ഭർത്തൃ വീട്ടുകാരെയും ഒക്കെ പ്രതി ചേർക്കാനുള്ള നീക്കം ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഇന്നലെയാണ് ജിസ്മോളുടെ പിതാവ് തോമസും സഹോദരനും സഹോദരിയും ഒക്കെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത്. വൈകുന്നേരം ഏതാണ്ട് ഒരു 7 മണി വരെ ഈ മൊഴിയെടുപ്പ്, 3 പേരുടെ മൊഴിയെടുപ്പ് നീണ്ടു നിന്നു. ഈ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. കേവലം മൊഴി എന്നുള്ളതിനപ്പുറത്തേക്ക് തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട് പോലീസ്. അത്തരം നടപടികൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റുമാനൂർ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ബന്ധുക്കളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും കാര്യമായ വിവരം ലഭിക്കുന്നുണ്ടോ, ജിസ്മോളുടെ ഫോണുണ്ട്, അതിൽ നിന്ന് കാര്യമായ വിവരം ലഭിക്കുന്നുണ്ടോ, ഇതെല്ലാം പരിശോധിക്കും. നിലവിൽ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ആത്മഹത്യാക്കുറിപ്പൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തെളിവായി എന്തെങ്കിലും ഒരു കാര്യം കയ്യിൽ കിട്ടിയതായുള്ള വിവരം ഇതുവരെയും പോലീസ് പങ്കുവയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തെളിവുകൾ, ഈ കേസ് നിലനിൽക്കുന്നതിന് തെളിവുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തെളിവില്ലാതെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്താൽ അത് പോലീസിന് തിരിച്ചടിയാകും, ഈ കേസിലാകെ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ ഈ മൊഴി അടിസ്ഥാനപ്പെടുത്തിയുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. ഒരുപക്ഷെ 2-3 ദിവസം കഴിഞ്ഞ ശേഷമായിരിക്കും അതിൽ തുടർ നടപടികൾ ഉണ്ടാകുക. നമുക്കറിയാം, നേരത്തെ ഷൈനിയുടെയും കുട്ടികളുടെയും മരണത്തിൽ സംഭവിച്ചതും ഒരൽപ്പം അന്വേഷണമൊക്കെ നടത്തി കാര്യമായ വിവരങ്ങളൊക്കെ ശേഖരിച്ച് തെളിവൊക്കെ ശേഖരിച്ചാണ് പിന്നീട് അറസ്റ്റിലേക്കൊക്കെ കടന്നത്. ഏതാണ്ട് മരണം നടന്നൊരു ഒരാഴ്ച കഴിഞ്ഞോ അതിനുശേഷമാണ് അത്തരം നടപടികളിലേക്കൊക്കെ കടന്നത്. അതിൽ കുറച്ചുകൂടി തെളിവുകൾ പോലീസിന് ലഭിക്കുകയും കൂടുതൽ ആരോപണങ്ങളൊക്കെ ഉയരുകയും ചെയ്തൊരു സംഭവമാണ്. ഈ സംഭവത്തിലും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തായിരുന്നു ഈ പിതാവും സഹോദരങ്ങളും എല്ലാം. അവരെത്തിയ ശേഷമാണ് അവർക്കൊരു മൊഴി കൊടുക്കാനൊക്കെ സാധിച്ചത്. അതിൻ്റെതായ ഒരു ചെറിയ താമസം സ്വാഭാവികമായിട്ടും അന്വേഷണത്തിലും തുടരന്വേഷണത്തിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇപ്പോൾ ഈ ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള മൊഴിയാണ് അവർ നൽകിയിരിക്കുന്നത്. ആ മൊഴിയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം തെളിവുകൾ ഉണ്ടായിരുന്നു, ഓഡിയോകൾ ഉണ്ടായിരുന്നു, ഓഡിയോ സംഭാഷണങ്ങൾ, അതൊക്കെ തെളിവുകളടക്കം പുറത്തു വന്നതാണ്. ഈ കേസിൽ ജിസ്മോളുടെ കേസുമായി ബന്ധപ്പെട്ട അത്തരം വിവരങ്ങൾ, അത്തരം തെളിവുകൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? മാത്രമല്ല, കുടുംബം ഇപ്പോൾ ഈ മരണത്തിൽ 3 പേരുടെയും മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും കൂടുതൽ തെളിവുകൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഷൈനിയുടെ പോലെ എന്തെങ്കിലും ഓഡിയോ റെക്കോർഡുകളോ അല്ലെങ്കിൽ സമീപസ്ഥരുടെ പ്രതികരണങ്ങളോ അങ്ങനെയൊന്നും കാര്യമായി വന്നിട്ടില്ല. ഈ കേസിൽ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്ന ഇത് പൂർണ്ണമായ ഒരു ആത്മഹത്യ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ ഇവർ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ മറ്റും CCTV ദൃശ്യങ്ങൾ കണ്ടെത്തുകയാണ്, ശേഖരിക്കുകയാണ് പോലീസ് ആദ്യം ചെയ്യുന്നത്. 2, ഈ ഫോണിൽ ഈ ഇവരുടെ ബന്ധുക്കൾ തന്നെ, ജിസ്മോളുടെ ബന്ധുക്കൾ, സഹോദരിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഫോണിൽ പല ഓഡിയോ സന്ദേശമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഭർത്താവ് ഇടയ്ക്ക് ചെക്ക് ചെയ്യും. അതുകൊണ്ട് അത്തരം കാര്യമായി അവർ
ചെയ്യാറില്ല. ഫോൺ വിളിക്കുമ്പോൾ നേരിട്ട് സംസാരിക്കുകയാണ് പല കാര്യങ്ങളും ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ കോൾ റെക്കോർഡുകൾ കിട്ടുമോ എന്നൊക്കെയുള്ള പരിശോധനയിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ ഇതുവരെയും ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഒന്നുള്ളത് 2020 ഈ ജിസ്മോൾ തന്റെ ഫേസ്ബുക്കിൽ മറ്റൊരു ആളിട്ട പോസ്റ്റ് ഷെയർ ചെയ്യുകയുണ്ടായിരുന്നു. ഈ പണമുള്ള വീട്ടിലേക്കല്ല പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കേണ്ടത്, സ്നേഹിക്കുന്നവരുടെ വീട്ടിലേക്കാണ് അയക്കേണ്ടത് എന്നൊരു പോസ്റ്റ് അത് ഏതാണ്ട് 2021 കാലയളവിൽ ഇട്ടിട്ടുള്ളതായി പറയുന്നുണ്ട്. അതൊക്കെ സ്ത്രീധനത്തിനെതിരായ ഈ പെൺകുട്ടിയുടെ ജിസ്മോളുടെ പ്രതികരണമായിട്ടാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീധനം സംബന്ധിച്ചുള്ള, അതായത് പണം ഈ ഓഹരി നൽകിയത് സംബന്ധിച്ചും പല അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ പ്രസവശേഷം നൽകിയ പണങ്ങൾ, അത്തരം കാര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മൂത്ത സഹോദരിയും അമ്മയും ഒക്കെ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരം മാനസികമായി വിഷമിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ FIR-ൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും പോലീസ് പരിശോധിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ അവരെ സംബന്ധിച്ച് ആവശ്യമുണ്ട്, അത് ശേഖരിക്കുകയാണ്. വ്യക്തമാണ്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് പോലീസിന്റെ നീക്കം. അതിനുശേഷമായിരിക്കും ഈ ഭർത്താവിനെയും ഭർത്തൃ വീട്ടുകാരുടെയും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. ലഹരി കേസുമായി ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. NDPS ആക്ടിൽ 27, 29 വകുപ്പുകൾ പ്രകാരമാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിലേക്ക് എത്താം. 3 മണിക്ക് പൂർണ്ണമായ ഈ ഷൈൻ ടോം ചാക്കോയുടെ ലഹരി കേസുമായി ബന്ധപ്പെട്ട സമഗ്രമായ വാർത്തയുമായി MG രേണുക ചേരും. നമസ്കാരം.